അസ്സലാമു പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീടിൻ്റെ കോമ്പൗണ്ട് വാളിൽ നിന്നാണ് തുടങ്ങുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കോമ്പൗണ്ട് വാളാണ്. ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത് റിമോട്ട് കൺട്രോളിങ്ങിലുള്ള സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് അതിമനോഹരമായിട്ട് തന്നെ വ്യത്യസ്ത രീതിയിലാണ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ പുറത്തൂരിനടുത്തുള്ള കാവിലക്കാടുള്ള ഇർഷാദ് ഖാന്റെയും സബിനത്താൻ്റെയും വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആയാലും കോമ്പൗണ്ട് വാളും പിന്നെ അതുപോലെ തന്നെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഒരു വ്യത്യസ്തത പുതുമ കൊണ്ടുവന്നിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വരികയാണെങ്കിൽ പേൾ ഗ്രാസോ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗേറ്റിൽ നിന്നും വീടിനോട് ചേർന്നുള്ള പോർച്ചിലേക്ക് ഒരു പാസേജ് വരുന്നുണ്ട്. അത് കോബിൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഭാഗത്തൊക്കെ കടപ്പ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഒരു ലെഫ്റ്റ് വശത്തായിട്ട് വലിയൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പോർച്ചാണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ ഒരു പോർച്ചിനോട് ചേർന്നിട്ട് നല്ലൊരു ഊഞ്ഞാലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സിംഗിൾ സീറ്ററും ഡബിൾ സീറ്ററും ആയിട്ടുള്ള ഒരു ഊഞ്ഞാലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേക ഡിസൈനിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഒരു പോർച്ചിൻ്റെ പില്ലറും അതുപോലെ തന്നെ ഈ ഒരു ഷോവാളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമെന്റ് ടെക്സ്റ്റൈൽ പെയിന്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2700 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു ഗസ്റ്റ് ഹൗസും കൂടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്നൊക്കെ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു ബാത്റൂമും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ പ്ലാന്റ്സുകളൊക്കെ വെക്കാനുള്ളൊരു സ്പേസും കൂടെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഡിസൈനിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പിലൊക്കെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ആയിട്ടുള്ള വലിയൊരു ഡോറും അതിനോട് ചേർന്നുള്ള 3 വിൻഡോയും കൂടെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സിമ്പിൾ വുഡിന്റെ ചെയറും കൂടെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇത് വരുന്നത്. ഒരു വുഡൻ ഷൈനിങ്ങിൽ വരുന്ന സീലിംഗ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ ആണിത്. നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെയിൻ ഗേറ്റ് കൂടാതെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഗേറ്റും കൂടെ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടുള്ള ഈ ഒരു മെയിൻ ഡോറിൽ ഡിജിറ്റൽ ലോക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നതിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലിവിങ് സ്പേസിലേക്കാണ്. നല്ല ഭംഗിയിലുള്ള സീറ്ററൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്ററിനോട് മാച്ച് ആ രീതിയിലാണ് ഈ ഒരു വോള് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമെന്റ് ടെക്സ്റ്റൈൽ പെയിന്റിലാണ് ഈ ഒരു വോള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ടീ ടേബിളും കൂടെ ഒരുക്കിയിട്ടുണ്ട്. സിമെന്റ് ടെക്സ്റ്റൈൽ വർക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വോളിൽ സിംഗിൾ ആയിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോ വരുന്നുണ്ട്. റോമൻ കർട്ടൻസ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കോർണറിൽ കുഞ്ഞു ഒരു ടേബിളും അതിൻ്റെ മേലെ അറബിക് കാലിഗ്രാഫിന്റെ ഫ്രെയിമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെറ്റലിന്റെ വാൾ ഡിസൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ കട്നിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ലിവിങ് സ്പേസിൽ നിന്നും മെയിൻ ഹാളിലേക്ക് പോകുന്ന ആ ഒരു പാസേജിൽ പാനലിംഗ് ഒക്കെ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഹാളിൽ ഒരു ഇടുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ വരുന്നത് ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ്. എൽ ഷേപ്പിലുള്ള ഒരു സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കുഞ്ഞു ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. വോളിലൊക്കെ വോൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. താഴെ ഫ്ലോറിലായിട്ട് വുഡൻ ടച്ച് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് സെറ്റാണ് ഇപ്പോൾ, ഡൈനിങ് ടേബിളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സൈഡിലുള്ള ഈ ഒരു വോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമെന്റ് ടെക്സ്റ്റൈൽ പെയിന്റിലാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള വോൾ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. യൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു വുഡൻ കളറിൽ വരുന്ന സീലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ടേബിളിന്റെ ടോപ്പിലായിട്ട് ഇറ്റാലിയൻ മാർബിളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു ഷേപ്പിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ചെയറുകളൊക്കെ ആണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഡൈനിങ് ഏരിയക്ക് ഒരു അടിപൊളി ലുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. UPVC സ്ലൈഡിങ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെയൊക്കെ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് GI പൈപ്പിൽ ലൈൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ. ഇവിടെ നിന്നും പുറത്തേക്ക് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ കിച്ചണിലേക്ക് ഒരു അറ്റാച്ച്മെന്റ് കിട്ടുന്ന ഒരു സ്പേസ് ആണ്. ഇതെനിക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേഗം ഫുഡൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് സെർവ് ചെയ്യാനൊക്കെ നല്ലൊരു എളുപ്പമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നി. നമുക്കിപ്പോൾ അവിടെ ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് അതിലൂടെ ഫുഡ് കൊണ്ടുവരുന്നതിന് പകരം ഈ ഒരു ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടു വെക്കാനും സെർവ് ചെയ്യാനൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിട്ട് തോന്നിയിട്ടാ. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ലക്ഷറി ഫീൽ തരുന്ന ഒരു TV യൂണിറ്റ് ആണ്. വാഷ് ബേസിൻ ഏരിയ ഇവിടെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടേക്കുള്ള ഈ ഒരു എൻട്രിയിലും വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ വാൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സർക്കിൾ രൂപത്തിലുള്ള നല്ല ഭംഗിയിലുള്ള മിററാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്കും ഗോൾഡൻ കളറിൽ വരുന്ന വാഷ് ബേസിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗ്രീനും വൈറ്റും വുഡും കൂടെ കളർ തീമിലാണ് കേട്ടോ ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണും ബെഡ്റൂമും വരുന്നത്. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. അടിപൊളിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വാൾഡ്രോബ് പറയാതിരിക്കാൻ വയ്യട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു സൈഡിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. സീലിംഗ് വുഡനിലാണ് സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത്. ബെഡ് കോട്ടിന്റെ ഹെഡ് ബോർഡ് നല്ലൊരു ബ്ലൂ കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ ഒരു ബോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ വരുന്നത്. ഇവിടെ ആയിട്ട് നല്ല സ്റ്റോറേജ് സ്പേസും മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. അവിടെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസിന്റെ പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിച്ചണ് വരുന്നത്. മോഡുലാർ കിച്ചണും വർക്കിംഗ് കിച്ചണും ഒക്കെ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കിച്ചണാണ്. കിച്ചൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും
കിച്ചൺ ഡോർ കാണാത്തവരൊക്കെ വീഡിയോ പോയി കണ്ടു നോക്കട്ടോ. നല്ല ഭംഗിയിലുള്ള അടിപൊളിയായിട്ടാണ് ഈ ഒരു കിച്ചണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത്. വർക്കിംഗ് കിച്ചൺ നമ്മളെ കിച്ചൺ ഡോറിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ എന്തായാലും മസ്റ്റായിട്ടും പോയി കണ്ടു നോക്കുക. കിച്ചണിൻ്റെ മോഡുലാർ കിച്ചണിൻ്റെ വർക്കിംഗ് കിച്ചണിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അധിക പേർക്കും പുതിയ മോഡലിലുള്ള വീടുകളൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമാവില്ലേ? വീട് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ പല പല വീടുകൾ പോയി നോക്കും. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് വീഡിയോകൾ എടുത്ത് നോക്കും. കാരണം പുതിയ പുതിയ ഐഡിയകളും പുതിയ പുതിയ മോഡലുകളൊക്കെ വരുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കും അതുപോലെ സെറ്റ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടാവും അല്ലേ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വർക്കിംഗ് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്പേസ് ആണിത്. നമ്മൾ നേരത്തെ ഡൈനിങ് ഏരിയയിൽ നിന്നും കണ്ട അതേ ഒരു ഭാഗമാണ്. നമ്മൾ പറഞ്ഞല്ലോ കിച്ചണിനോട് അറ്റാച്ച് ആയിട്ടുള്ളൊരു സ്പേസ് ആണെന്നുള്ളത്. ഇനി ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫാമിലി ലിവിങ് ഏരിയനോട് ചേർന്നിട്ടുള്ളതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇവിടെ വോളിലൊക്കെ നല്ല വോൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർകേസ് വരുന്നത്. അതിന്റെ താഴത്തൊക്കെ പിബിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഒരു സർക്കിൾ രൂപത്തിലുള്ള ഒരു മിററും ഒരു കുഞ്ഞു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടേബിളും കൂടെയാണ് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിൽ കൊടുത്തിട്ടുള്ള അതേ ഡിസൈൻ ആ വോളിലും കണ്ടിന്യൂറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീലിംഗിൽ അതിൻ്റെ ആ ഒരു ബോർഡറിലൊക്കെ വുഡൻ്റെ ഒരു പാനലിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിങ് യൂണിറ്റും അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ വരുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട അതുപോലത്തെ വാൾഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറാണ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോർ തുറക്കുമ്പോൾ ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് കത്തുന്നുണ്ട്. അത് ക്ലോസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുകയും ചെയ്യും കേട്ടോ. വുഡൻ്റെ ടൈലാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഒരു ഡാർക്ക് കളറിലുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉള്ള പോലെ തന്നെ അപ്സ്റ്റെയറിലും 2 ബെഡ്റൂം തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോയി നോക്കാം. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിൽ സീലിംഗിൽ അടിപൊളിയായിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന ആ ഒരു മെയിൻ ഹാളിൽ അടിപൊളി സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞു ടീ ടേബിളും കൂടെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ കാണുന്നത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അവിടെ ഒരു വിൻഡോയും കൂടെ വരുന്നുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കട്ടാ. ഈ ഒരു കോർണറിലായിട്ട് വോളിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു ബെഡ്റൂം നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാൾഡ്രോബ് ആയാലും ബെഡ് കോട്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ്. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തത്തെ ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളറിലാണ് കേട്ടോ അവിടെ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. മേലെ സീലിങ്ങിലൊക്കെ ഒരു വുഡൻ സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ബോർഡിൻ്റെ ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒലിവ് ഗ്രീൻ കളറിലുള്ള ഒരു ഷെയ്ഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാൾഡ്രോബ് പറയാതിരിക്കാൻ വയ്യ. ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറാണ്. നല്ലൊരു ഡിസൈനിങ്ങിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ ഒരു വാൾഡ്രോബ് ഭയങ്കര ഇഷ്ടമായിട്ടാ. ശരിക്കും അതിനുള്ളിൽ ആ ലൈറ്റൊക്കെ കത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. ഇവിടെ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ വരുന്നത്. ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ടോപ്പിലൊക്കെ ഇട്ടിട്ടുള്ളത്. മേലെ പെറഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പില്ലറിലൊക്കെ ടെക്സ്റ്റൈൽ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാനട്ടാ. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ട. പുതിയ വീടുണ്ടാക്കുന്നവർക്കൊക്കെ പുതിയ ഐഡിയാസൊക്കെ കിട്ടട്ടെ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.